നമസ്കാരം. ഇന്ന് ബീഫ് കറി എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 1 കിലോ ബീഫാണ് ഉപയോഗിക്കുന്നത്. ബീഫ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ട് ബീഫിലേക്ക് മാരിനേറ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇത് ഇങ്ങനെ കുറഞ്ഞത് അരമണിക്കൂറിൽ ഇങ്ങനെ തന്നെ വെക്കണം. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. തലേദിവസം ഇങ്ങനെ ആക്കി വെച്ചാലും മതിയാകും. ഇപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് അതിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഏകദേശം 5 മുതൽ 6 വിസിൽ വരെ വേണം വെന്ത് കിട്ടാനായിട്ട്. അത് ഓരോ ബീഫിനനുസരിച്ചും വ്യത്യാസം വരുവേ. ഞാൻ ആദ്യത്തെ വിസിൽ വരുന്നിടം വരെ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചത്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയ ഒരു പേസ്റ്റാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി 3 പച്ചമുളകും 10 അല്ലി വെളുത്തുള്ളിയും അതേ അളവിൽ തന്നെ ഇഞ്ചി എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നാടൻ കറികൾക്കെല്ലാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റ് കൂട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. വെളിച്ചെണ്ണ ചൂടായി കിട്ടിയാൽ 1 സ്പൂൺ കടുക് അതിലിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങിയാൽ അതിലേക്ക് 3 വലിയ സവാളയാണ് ഞാൻ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സവാളയാണെങ്കിൽ 4 എണ്ണമെങ്കിലും വേണ്ടി വരും. ഇനി സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതോടൊപ്പം ഞാൻ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില എത്ര ചേർത്ത് കൊടുത്താലും ടേസ്റ്റാണേ. വീണ്ടും വഴറ്റി കൊടുക്കുക. ഈ സവാള ഇതിൻ്റെ പകുതി സൈസിലേക്ക് കുറഞ്ഞു കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ചിക്കനോ ബീഫോ ഏത് നോൺ വെജ് ഐറ്റം ആണെങ്കിലും സവാള ഇങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇനി സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായി അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുറേ സമയമെടുത്ത് പതുക്കെ വഴറ്റിയെടുക്കുന്നതാണേ നല്ലത്. ഇനി സമയമില്ല എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇപ്പോൾ സവാളയുടെ ക്വാണ്ടിറ്റി ഏകദേശം പകുതി സൈസിലേക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് വഴറ്റി കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നോൺ സ്റ്റിക്ക് പാൻ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടിക്ക് പിടിക്കത്തില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനി നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ ഇതിലേക്ക് വലിയ ഒരു തക്കാളിയാണ് ഇവിടെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തക്കാളിയാണെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണേ. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂണ് മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് എന്നിവ ചേർത്ത് ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഫ്ലെയിം ഏറ്റവും കുറച്ചതിന് ശേഷം വേണം നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചക്കുത്തൽ മാറിയതിന് ശേഷം നമുക്കിനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ബീഫ് കുക്ക് ചെയ്തെടുത്തത്. പക്ഷേ എത്ര വെള്ളം ഇപ്പോൾ കിട്ടിയെന്ന് നോക്കിയേ. ഈ സമയം നമുക്ക് ഉപ്പും എരിവും ഒക്കെ നോക്കണേ. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് ആവശ്യമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. ചാറ് വേണമെന്നുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ല നമ്മുടെ കറി നല്ല കുറുകിയിരിക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. കറിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നേ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കൈപ്പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.